സ്നേഹപ്പെട്ട എല്ലാവർക്കും ഇതിലേക്ക് സ്വാഗതം. എന്നാൽ ഇങ്ങനെ സംഭവിക്കണം എന്നുള്ള തിരുവെഴുത്തുകൾക്ക് എങ്ങനെ നിർത്തിവരും എന്ന് പറഞ്ഞു. മത്തായി 26:44. യേശുവിനെ ആശ്രയിക്കുവാൻ നിരവധി ആളുകൾ വന്നപ്പോൾ പത്രോസ് നമ്മൾ ചിലർ പ്രതികരിക്കുന്ന പോലെ വാളെടുത്ത് ആരിൽ ഒരാളെ ആക്രമിക്കുവാൻ ശ്രമിച്ചു. മത്തായി 26:51. യോഹന്നാൻ 18:10 കാണുക. എന്നാൽ യേശു അവനെ തടഞ്ഞു. എന്നാൽ ഇങ്ങനെ സംഭവിക്കണം എന്നുള്ള തിരുവെഴുത്തുകൾക്ക് എങ്ങനെ നിർത്തിവരും? മത്തായി 26:54. യേശു ചോദിച്ചു, നീതിബോധവും പ്രധാനമെങ്കിലും ദൈവത്തിൻ്റെ രാജ്യവും നീതിയും മനസ്സിലാക്കുന്നതിന് പ്രധാനമാണ്. നമ്മുടെ കാഴ്ചപ്പാടിന് വിപരീതമായി ദൈവരാജ്യത്തെ സ്നേഹിപ്പാനും തിന്മക്കാരനെ കൊണ്ട് നേടുവാൻ നമ്മെ ക്ഷണിക്കുന്നു. ലോകം പ്രതികരിക്കുന്നതിനും തികച്ചും വിപരീതമാണെങ്കിലും ദൈവം നമ്മിലുണ്ടാകുവാൻ ആഗ്രഹിക്കുന്ന ഒരു പ്രതികരണമാണിത്. ലൂക്കോസ് 22:51. പത്രോസ് മുറിവേൽപ്പിച്ച മനുഷ്യന് ചെവി യേശു സുഖപ്പെടുത്തുന്നതിനെക്കുറിച്ച് വിവരിക്കുന്നു. അവൻ ചെയ്ത പോലെ പ്രയാസകരമായ സാഹചര്യങ്ങളോട് സമാധാനത്തോടും ശാന്തയോടും കൂടി പ്രതികരിപ്പാൻ നമുക്ക് പഠിക്കാം. ദൈവം നമുക്ക് ആവശ്യമുള്ളത് പ്രദാനം ചെയ്യും. അടുത്ത കാലത്ത് ബുദ്ധിമുട്ടുള്ള ഈ സാഹചര്യങ്ങൾ നിങ്ങൾ എങ്ങനെയാണ് പ്രതികരിച്ചത്? ഈ സാഹചര്യം യേശുവാണെങ്കിൽ എങ്ങനെ പ്രതികരിക്കുമായിരുന്നു എന്നതുമായി നിങ്ങളുടെ പ്രതികരണത്തെ താരതമ്യം ചെയ്യാമോ? പ്രാർത്ഥിക്കാം. പിതാവേ, ദൈവരാജ്യത്തിലെ വലിയ ഉദ്ദേശത്തെക്കുറിച്ച് എനിക്ക് പുതിയ ധാരണയും നിൻ്റെ മകനെപ്പോലെ സാഹചര്യങ്ങൾ പ്രതികരിക്കുന്നതിന് ദൈവിക സ്നേഹവും സമാധാനമുള്ള ഹൃദയം എനിക്ക് തരണമേ. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു. പുതിയ ദിവസം പുതിയ അനുഭവങ്ങളെ ദൈവം നേക്കട്ടെ. ഗോഡ് ബ്ലെസ് ഇൻ ജീസസ് നെയിം. ആമേൻ.